സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, നിങ്ങൾക്കേവർക്കും ജീസസ് വോയിസ് മെസ്സേജ് എന്ന പ്രഭാത ദൈവവചന ധ്യാനചിന്തയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു തിരുവചനം വായിക്കുന്നു. സങ്കീർത്തനം 104 അതിൻ്റെ 21 തിരുവചനം. ബാലസിംഹങ്ങൾ ഇരയ്ക്കായി അലറുന്നു, അവ ദൈവത്തോട് തങ്ങളുടെ ആഹാരം ചോദിക്കുന്നു. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട സങ്കീർത്തനങ്ങൾ 104 21 തിരുവചനത്തിൽ കാട്ടിലെ മൃഗങ്ങളുടെ രാജാവായി അറിയപ്പെടുന്ന സിംഹത്തെക്കുറിച്ചാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ബാലസിംഹങ്ങളെക്കുറിച്ച് ഇവിടെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഈ ഭൂമിയിൽ ദൈവം സൃഷ്ടിച്ച സകല ചരാചരങ്ങളും ദൈവത്തെ വണങ്ങുന്നു, ദൈവത്തെ ഭയപ്പെടുന്നു, ഒപ്പം ദൈവത്തിന് വിധേയമായിരിക്കുന്നു, ദൈവത്തെ അനുസരിക്കുകയും ചെയ്യുന്നു. ഇതിലെല്ലാം ഉപരിയായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുവെന്ന് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുകയാണ്. നാം ചിന്തിക്കുമായിരിക്കാം, മനുഷ്യർ മാത്രമാണ് പ്രാർത്ഥിക്കുന്നതെന്ന്. ഇതാ, ഈ തിരുവചനം ആ ഒരു ചിന്തയെ തിരുത്തുകയാണ്. ഇവിടെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുകയാണ്, മനുഷ്യർ മാത്രമല്ല ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്, മൃഗങ്ങൾ പോലും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുവെന്ന്. മറ്റൊരു സങ്കീർത്തനത്തിൽ കാക്കക്കുഞ്ഞുങ്ങളുടെ കരച്ചിൽ, ദൈവത്തോടുള്ള പ്രാർത്ഥന നാം മറ്റൊരു ധ്യാനിച്ചതാണല്ലോ. അത് കാക്കക്കുഞ്ഞുങ്ങൾ അഥവാ പക്ഷികൾ, മൃഗങ്ങൾ, ഇങ്ങനെ ഭൂമിയിലെ ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ എല്ലാ ഘടകങ്ങളും ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു, ദൈവത്തെ വണങ്ങുന്നു, ആരാധിക്കുന്നു, അതിലുപരിയായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ബാലസിംഹങ്ങൾ ദൈവത്തോട് തൻ്റെ ആഹാരം ചോദിക്കുന്നു എന്ന് ഈ വചനം പറയുന്നു. അതിനറിയാം, എൻ്റെ സൃഷ്ടാവായ ദൈവത്തിനു മാത്രമേ എൻ്റെ വിശപ്പ് ശമിപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന്. കാട്ടിലെ മൃഗങ്ങൾക്ക് ഈ അറിവുണ്ടെങ്കിൽ, പ്രിയ ദൈവ പൈതലെ, ഞാനും നിങ്ങളും ഈ സിംഹത്തേക്കാൾ അഥവാ കാക്കക്കുഞ്ഞുങ്ങളെക്കാൾ, പക്ഷികളേക്കാൾ, മൃഗങ്ങളെക്കാൾ എത്രയോ വിവേകവും ജ്ഞാനവും ബുദ്ധിയും ഉള്ളവരാണ്. നമുക്ക് ഈ ഒരു പക്ഷികൾക്കുള്ള, ഈ ബാലസിംഹങ്ങൾക്കുള്ള ബോധ്യമുണ്ടോ? നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ വിഷയങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? പക്ഷികൾ പ്രാർത്ഥിക്കുന്നു, ബാലസിംഹങ്ങളും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അങ്ങനെയെങ്കിൽ സൃഷ്ടിയുടെ മകുടമായ ദൈവത്തിൻ്റെ സ്വന്തം ഛായയിൽ സൃഷ്ടിക്കപ്പെട്ട സർവശക്തനായ ദൈവത്തിൻ്റെ മക്കളെന്ന് അവകാശപ്പെടുന്ന ദൈവത്തിൻ്റെ അംശമായ മർത്യൻ
ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ എത്രയധികം കടപ്പെട്ടിരിക്കുന്നു. അതിലുപരിയായി നമ്മുടെ പ്രശ്നപരിഹാരത്തിന്, നമ്മുടെ പ്രതിസന്ധികൾക്ക്, നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് ആവശ്യമായിരിക്കുന്ന ആ ശക്തിക്ക്, ഇവയ്ക്കൊക്കെ ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ അത്യാവശ്യമായിരിക്കുന്നു. അതെ, പ്രാർത്ഥനയിലൂടെ നമുക്ക് ദൈവിക നന്മകൾ പ്രാപിക്കാം. ആമേൻ.